പാഠം 1 നാലക്ക സംഖ്യകൾക്കൊപ്പം ഭാഗം 5. ശരിയും തെറ്റും. ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ എഴുതിക്കൊണ്ടുവന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യാ പാറ്റേണുകൾ അധ്യാപിക ബോർഡിൽ എഴുതിയിട്ടുണ്ട്. പാറ്റേണുകളിൽ ശരിയായതും തെറ്റായതും കണ്ടെത്തുക. തെറ്റ് തിരുത്തി പൂർത്തിയാക്കുക. ആദ്യത്തെ പാറ്റേൺ നോക്കൂ. 1007, 1008, 1009, 1100, 1101, 1102. ഇത് തെറ്റാണോ ശരിയാണോ പാറ്റേൺ? തെറ്റാണല്ലേ. എന്താണ് തെറ്റ്? 1009 കഴിഞ്ഞാൽ 1100 ആണോ? അല്ല, 1010 ആണല്ലേ. 1010, 1011, 1012 എന്നാണ് വേണ്ടത്. കാരണം എന്താണ്? 1007, 1008, 1009 ഓരോന്ന് വീതം കൂട്ടിയാണ് വന്നിരുന്നത്. 1009 കഴിഞ്ഞാൽ 1010, 1011, 1012 എന്നാണ് വരേണ്ടത്. തെറ്റിയവ ശരിയാക്കി താഴെ കോളത്തിൽ എഴുതണം. അടുത്ത പാറ്റേൺ നോക്കൂ. 2006, 2007, 2008, 2009, 2010, 2011. തെറ്റാണോ ശരിയാണോ പാറ്റേൺ? ശരിയാണല്ലേ. ശരിയായവയുടെ കോളത്തിൽ എടുത്തെഴുതുക. അടുത്ത പാറ്റേൺ നോക്കൂ. 3107, 3108, 3109, 4000, 4001, 4002. തെറ്റാണോ ശരിയാണോ? 3109 കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത്? 3110 അല്ലേ വരേണ്ടത്? അതെ, 3110 വരേണ്ടത്. 3110, 3111, 3112. തെറ്റിയവ ശരിയാക്കി എഴുതുക. ബാക്കിയുള്ളവ കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ. ഞങ്ങളാര്? 2000-നും 3000-നും ഇടയിലാണ് ഞങ്ങൾ. ഒറ്റ സംഖ്യയാണ് ഞങ്ങൾ. 10ന്റെ സ്ഥാനത്തെ അക്കം 6 ആണ്. 1ന്റെയും 100ന്റെയും സ്ഥാനത്ത് ഒരേ അക്കമാണ്. ഞങ്ങൾ ആരാണെന്ന് കണ്ടെത്തുക. ആദ്യത്തെ സൂചന എന്താണ്? 2000-നും 3000-നും ഇടയിലാണ്. അപ്പോൾ ഏതിലാണ് തുടങ്ങുക? 2-ൽ തുടങ്ങുമല്ലേ. എല്ലാ സംഖ്യകളും തുടങ്ങുന്നത് 2000 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. കാരണം എന്താ? 2000-നും 3000-ന്റെയും ഇടയിലാണല്ലോ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒറ്റ സംഖ്യയാണ് ഞങ്ങൾ. ഒറ്റ സംഖ്യകൾ. അപ്പോൾ ഏതൊക്കെയാണ് ഒറ്റ സംഖ്യകൾ? 1, 3, 5, 7, 9 അല്ലേ. ഒറ്റ സംഖ്യയാണ് ഞങ്ങളെന്നും പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സംഖ്യ ആവണമെങ്കിൽ ഒന്നുകളുടെ സ്ഥാനത്ത് 1, 3, 5, 7, 9 വരണം. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? 10ന്റെ സ്ഥാനത്തെ അക്കം 6 ആണ്. 10ന്റെ സ്ഥാനത്തെ അക്കം 6 നമ്മൾ എഴുതി. ആദ്യത്തെ സൂചന 2000-നും 3000-നും ഇടയിലാണെന്ന് എഴുതിയപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം 1000-ന്റെ സ്ഥാനത്ത്. പിന്നെ പറഞ്ഞത് ഞങ്ങൾ ഒറ്റ സംഖ്യയാണെന്നാണ്. അപ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് 1, 3, 5, 7, 9 എന്ന് എഴുതാം. പിന്നെന്താ പറഞ്ഞത്? 10ന്റെ സ്ഥാനത്തെ അക്കം 6 ആണ്. ഒന്നുകൾ കഴിഞ്ഞാൽ പിന്നെ 10ന്റെ സ്ഥാനമല്ലേ. അവിടെ നമുക്ക് 6 എന്ന് എഴുതി നോക്കാം. പിന്നെയോ 1ന്റെയും 100ന്റെയും സ്ഥാനത്ത് ഒരേ അക്കമാണ്. ഒന്നുകളുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ 100ന്റെ സ്ഥാനത്തും എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഒന്നുകളുടെ സ്ഥാനത്ത് 3 ആണെങ്കിൽ 100ന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഒന്നുകളുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ 100ന്റെ സ്ഥാനത്ത് 5 ആയിരിക്കും. ഒന്നുകളുടെ സ്ഥാനത്ത് 7 ആണെങ്കിൽ 100കളുടെ സ്ഥാനത്തും 7 ആയിരിക്കും. ഒന്നുകളുടെ സ്ഥാനത്ത് 9 ആണെങ്കിൽ 100കളുടെ സ്ഥാനത്തും
9 തന്നെയായിരിക്കും. ഞങ്ങൾ ആരാണെന്ന് കണ്ടെത്തിയില്ലേ? ആരൊക്കെയാണ്? 2161, 2363, 2565, 2767, 2969. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ വരുന്ന രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക. നോക്കിക്കേ, 2999. അടുത്തത് ഏതാ സംഖ്യ? ഒന്ന് കൂട്ടുമ്പോൾ 3000. തൊട്ടടുത്തത് 3001. തൊട്ട് താഴെയുള്ളത് നോക്കൂ, 2098, 2099. അടുത്തത് ഏതായിരിക്കും? 2099 കഴിഞ്ഞാൽ 2100. അടുത്തത് 5999. തൊട്ടടുത്തത് ഏതായിരിക്കും? ഒന്ന് കൂട്ടിയാൽ 6000. തൊട്ടടുത്തത് 6001 ആയിരിക്കും. അടുത്തത് നോക്കൂ, ഏതാ തന്നിട്ടുള്ളത്? 6199 തന്നിട്ടുണ്ട്. തൊട്ട് മുൻപുള്ള സംഖ്യ ഏതായിരിക്കാം? 6199 തൊട്ട് മുൻപുള്ള സംഖ്യ 6198. 6198, 6199. അത് കഴിഞ്ഞാലോ? 6199 കഴിഞ്ഞാൽ 6200. അടുത്തത് നോക്കൂ, 4200 തന്നിട്ടുള്ളത്. തൊട്ട് മുൻപുള്ള സംഖ്യ ഏതായിരിക്കാം? 4199 ആയിരിക്കാം. അത് കഴിഞ്ഞ് 4200. തൊട്ട് അടുത്ത സംഖ്യ ഏതായിരിക്കാം? 4200 കഴിഞ്ഞാൽ 4201 4201. അടുത്തത് നോക്കൂ, 7000 തന്നിട്ടുള്ളത്. 7000 തൊട്ട് മുൻപുള്ള സംഖ്യ ഏതായിരിക്കാം? 7000 തൊട്ട് ശേഷമുള്ള സംഖ്യ ഏതാണ്? 7000 തൊട്ട് മുമ്പ് 6999. അത് കഴിഞ്ഞ് 7000. 7000 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ് എണ്ണുന്നത്? 7001. സുജിത്തിൻ്റെ കാറിൻ്റെ നമ്പർ എത്ര? സുജിത്തിൻ്റെ കാറിൻ്റെ നമ്പർ 4 അക്ക സംഖ്യയാണ്. ആദ്യത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ് അവസാനത്തെ അക്കം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ തുല്യമാണ്. ആദ്യത്തെ 2 അക്കം ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് അടുത്ത 2 അക്കം ചേർന്ന സംഖ്യ. സുജിത്തിൻ്റെ കാറിൻ്റെ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് സൂചനയിൽ തന്നിട്ടുള്ളത്? 4 അക്ക സംഖ്യയാണല്ലേ. 4 അക്ക സംഖ്യകൾ. ആദ്യ അക്കത്തിൻ്റെ ഇരട്ടിയാണ് അവസാനത്തെ അക്കം. നോക്കൂ, ആദ്യ അക്കം 1 ആണെങ്കിൽ അവസാന അക്കം എത്രയായിരിക്കാം? 1ൻ്റെ ഇരട്ടി 2 ആയിരിക്കും. ആദ്യ അക്കം 2 ആണെങ്കിൽ അവസാന അക്കം 2ൻ്റെ ഇരട്ടിയായ 4 ആയിരിക്കും. ആദ്യ അക്കം 3 ആണെങ്കിൽ അവസാന അക്കം 6 ആയിരിക്കും, 3ൻ്റെ ഇരട്ടി. ആദ്യ അക്കം 4 ആണെങ്കിലോ അവസാന അക്കം 8 ആയിരിക്കും, അതായത് 4ൻ്റെ ഇരട്ടി. ഇനി എഴുതാൻ പറ്റുമോ? ആദ്യ അക്കം 5 ആണെങ്കിൽ ഇരട്ടി അവസാനം 10 അല്ലേ 5ൻ്റെ ഇരട്ടി? അവസാനം 0 വരില്ലേ? അതുകൊണ്ട് 5 വരില്ല. ആദ്യ അക്കത്തിൽ 5 വരില്ല. 5 വന്നാൽ അവസാന അക്കം 5ൻ്റെ ഇരട്ടി 10 വരുമ്പോൾ 0 വരിക. 5ൻ്റെ ഇരട്ടി 0 അല്ലല്ലോ, അതുകൊണ്ട് 5 വരില്ല. അതുപോലെ തന്നെ 6, 7, 8, 9 എന്നീ അക്കങ്ങളും ഇതേ രീതിയിൽ വരുന്നത് കൊണ്ട് അവയൊന്നും ആദ്യ അക്കമായി വരില്ല. 6 ആദ്യ അക്കമായി വന്നാൽ അവസാന അക്കം 6ൻ്റെ ഇരട്ടി 12 അല്ലേ, അവസാന അക്കം 2 ആയി പോവില്ലേ? അപ്പോൾ 6ൻ്റെ ഇരട്ടി അല്ലല്ലോ 2. അതുകൊണ്ട് 5, 6, 7, 8, 9 എന്നീ അക്കങ്ങളൊന്നും ആദ്യ അക്കമായി വരില്ല. ആദ്യ അക്കമായി വരുന്നത് ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്നിവ മാത്രമേ ആദ്യ അക്കത്തിൽ വരികയുള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ തുല്യമാണ്.
രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ തുല്യമാണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ അക്കം 2 ആണെങ്കിൽ മൂന്നാമത്തെ അക്കവും 2 ആയിരിക്കും. രണ്ടാമത്തെ അക്കം 3 ആണെങ്കിൽ മൂന്നാമത്തെ അക്കവും 3 ആയിരിക്കും. രണ്ടാമത്തെ അക്കം 4 ആണെങ്കിൽ മൂന്നാമത്തെ അക്കവും 4 തന്നെ ആയിരിക്കും. ആദ്യ അക്കത്തിൻ്റെ ഇരട്ടി അവസാന അക്കം, രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കങ്ങൾ 1 തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന സൂചന എന്താണ്? ആദ്യത്തെ 2 അക്കം ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് അടുത്ത 2 അക്കം ചേർന്ന സംഖ്യ എന്നാണ്. അതായത് ആദ്യത്തെ അക്കം 2 അക്കം 1, 2 ആണെന്നിരിക്കട്ടെ, 12 എന്ന് വിചാരിക്കുക. അടുത്ത അക്കം എന്തായിരിക്കും? 24 എന്നായിരിക്കും. പക്ഷെ അത് വരുമോ? ഇല്ല. കാരണം 1ൻ്റെ ഇരട്ടി അല്ല 4. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ സംഖ്യയല്ല. ഉദാഹരണത്തിന് ആദ്യ അക്കങ്ങൾ 12 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായ 24 ആയിരിക്കണം രണ്ടാമത്തെ അക്കങ്ങളായിട്ട് വരേണ്ടത്. ആദ്യത്തെ 2 അക്കം ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് അടുത്ത 2 അക്കം ചേർന്ന സംഖ്യ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇരട്ടിയുടെ അവസാന അക്കം 2 ആണെങ്കിൽ പകുതിയുടെ അവസാന അക്കം 1, 6 ആയിരിക്കും. ഇരട്ടിയുടെ അവസാന അക്കം 2 ആണെങ്കിലാണ് പകുതിയുടെ അവസാന അക്കം 1, 6 ആയിരിക്കുന്നത്. ഇരട്ടിയുടെ അവസാന അക്കം 4 ആണെങ്കിൽ പകുതിയുടെ അവസാന അക്കം 2, 7 ആയിരിക്കും. അതുപോലെ ഇരട്ടിയുടെ അവസാന അക്കം 6 ആണെങ്കിൽ പകുതിയുടെ അവസാന അക്കം 3, 8 ആയിരിക്കും. ഇരട്ടിയുടെ അവസാന അക്കം 8 ആണെങ്കിൽ പകുതിയുടെ അവസാന അക്കം എന്തായിരിക്കും? 4, 9 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഈ പട്ടിക ഒന്ന് നോക്കൂ. ആദ്യ സംഖ്യ 1 ആണ്. അവസാന സംഖ്യ 1ൻ്റെ ഇരട്ടിയായ 2 ആണ്. മൂന്നാമത്തെയും രണ്ടാമത്തെയും സംഖ്യകൾ തുല്യമായതുകൊണ്ട് 1, 1 എന്ന് തന്നെ എഴുതി. ഇരട്ടിയുടെ അവസാന സംഖ്യ 2 ആയതുകൊണ്ട് പകുതിയുടെ അവസാന സംഖ്യ 1, 6 ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് 1, 6 എന്ന് എഴുതിയിരിക്കുന്നു. ഇനി നോക്കൂ, 11ൻ്റെ ഇരട്ടിയാണോ 12? അല്ല. അപ്പോൾ അതല്ല. അടുത്തത് നോക്കൂ, 16ൻ്റെ ഇരട്ടിയാണോ 62? അല്ല. അതുപോലെ തന്നെ അടുത്തത് നോക്കൂ, ഇരട്ടിയുടെ അവസാന അക്കം 4 ആണ്. ഇരട്ടിയുടെ അവസാനം അക്കം 4 ആയതുകൊണ്ട് പകുതിയുടെ അവസാന അക്കങ്ങൾ എങ്ങനെ അവസാനിക്കുകയുള്ളൂ? ഒന്നുകിൽ 2 അല്ലെങ്കിൽ 7ലാണ് അവസാനിക്കുക. 2 കൊണ്ട് എഴുതിയത് നോക്കൂ. 2 എന്നെഴുതിയപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെ അക്കം തുല്യമല്ലേ? അതുകൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെ അക്കം 2 എന്ന് എഴുതി. അപ്പോൾ ഏതാണ്? 22, 24 എന്ന് കിട്ടും. 22ൻ്റെ ഇരട്ടിയാണോ 24? അല്ല. അടുത്തത് നോക്കൂ, അവസാന അക്കം 4 ആയതുകൊണ്ട് അതിൻ്റെ പകുതിയുടെ അക്കത്തിൽ ഏതൊക്കെയാണ് വരിക? 2, 7 ആണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് 7 എഴുതിയിരിക്കുന്നു. 27, 74. 27ൻ്റെ ഇരട്ടിയാണോ 74? അല്ല. അതുപോലെ തന്നെ 33, 36. അവസാന അക്കം 6 ആയതുകൊണ്ട് പകുതിയുടെ അവസാന അക്കത്തിൽ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 8 ആണ് വരികയുള്ളൂ. അതുകൊണ്ട് 33, 36 എന്ന് എഴുതിയിരിക്കുന്നു. 33ൻ്റെ ഇരട്ടിയല്ല 36. 38ൻ്റെ ഇരട്ടിയല്ല 86. അടുത്തത് നോക്കൂ, ഇരട്ടിയുടെ അവസാന അക്കം 8 ആയതുകൊണ്ട് പകുതിയുടെ അവസാന അക്കം 4, 9 ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. 4 കൊണ്ടും 9 കൊണ്ടും ഉള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 44, 48. 44ൻ്റെ ഇരട്ടിയല്ല 48 എന്ന് പറയുന്നത്. പിന്നെ നോക്കൂ, 49, 98. 49ൻ്റെ ഇരട്ടിയാണോ 98? അതെ, 49ൻ്റെ ഇരട്ടിയാണ് 98. എല്ലാ സൂചനകളും ഇവിടെ കൃത്യമാണോ എന്ന് നോക്കാം. 4, ആദ്യ അക്കം 4. 4ൻ്റെ ഇരട്ടിയാണെന്ത്? 8. പിന്നെന്താ പറഞ്ഞത്? രണ്ടാമത്തെയും മൂന്നാമത്തെ അക്കവും തുല്യമാണ്. രണ്ടാമത്തെ അക്കം 9 ആണ്,
മൂന്നാമത്തെ അക്കവും 9 ആണ്. അപ്പോൾ അതും ശരിയായി. അടുത്തത് എന്താണ് പറഞ്ഞത്? ആദ്യ പകുതി, അതായത് 49. ആ 49ൻ്റെ ഇരട്ടിയാവണം അടുത്ത പകുതിയായിട്ടുള്ള സംഖ്യ, അതായത് 98. 49ൻ്റെ ഇരട്ടിയാണ് 98. അപ്പോൾ സുജിത്തിൻ്റെ കാറിൻ്റെ നമ്പർ എത്രയാണ്? 4998 ആണ്. ചെറുതും വലുതും. ഓരോ വരിയിലെയും വലിയ സംഖ്യയ്ക്ക് ചുറ്റും വട്ടവും ചെറിയ സംഖ്യയ്ക്ക് ചുറ്റും ചതുരവും വരയ്ക്കുക. ആദ്യ വരി നോക്കൂ. 4275, 4257, 4725, 4752, 4572. ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയും കണ്ടുപിടിക്കണം, ഏറ്റവും ചെറിയ സംഖ്യയും കണ്ടുപിടിക്കണം. വലിയ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1000ൻ്റെ സ്ഥാനം നോക്കണം. എല്ലാം ഒരുപോലെയാണെങ്കിൽ 100ൻ്റെ സ്ഥാനം നോക്കണം, അല്ലേ? 1000ൻ്റെ സ്ഥാനത്ത് എല്ലാ അക്കങ്ങളുടെയും 4 തന്നെയാണ്. അപ്പോഴടുത്ത് നോക്കേണ്ടത് എന്താണ്? 100ൻ്റെ സ്ഥാനമാണ് നോക്കേണ്ടത്. 100ൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ സംഖ്യയിൽ 2 ആണ്, രണ്ടാമത്തെ സംഖ്യയിൽ 2 തന്നെയാണ്, മൂന്നാമത്തെ സംഖ്യയിൽ 7 ആണ്, നാലാമത്തെ സംഖ്യയിലും 7 ആണ്, അഞ്ചാമത്തെ സംഖ്യയിൽ 5 ആണ്. ഏറ്റവും വലിയ സംഖ്യയല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 7 ഉള്ള 2 സംഖ്യകളെ നമുക്ക് നോക്കാം. 100ൻ്റെ സ്ഥാനം ഒരുപോലെയാണെങ്കിൽ പിന്നെ ഏത് സ്ഥാനം നമ്മൾ നോക്കണം? 10ൻ്റെ സ്ഥാനമാണ് നോക്കേണ്ടത്. 10ൻ്റെ സ്ഥാനത്ത് നോക്കൂ. 4725, 10ൻ്റെ സ്ഥാനത്ത് 2 ആണ്. 4752, 10ൻ്റെ സ്ഥാനത്ത് 5 ആണ്. 10ൻ്റെ സ്ഥാനത്തെ വലിയ സംഖ്യ ഏതാണ്? 4752 അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 4752 ആണ്. ഇനി അതിന് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വട്ടം വരയ്ക്കാം. ഏറ്റവും ചെറിയ സംഖ്യയ്ക്ക് ചുറ്റും ചതുരമാണ് വരയ്ക്കേണ്ടത്. എല്ലാ സംഖ്യകളും 4000ത്തിലാണ് തുടങ്ങുന്നത്. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ 100ൻ്റെ സ്ഥാനം നോക്കാം. ഏറ്റവും ചെറിയ സംഖ്യ ഏതിലാണ്? 100ൻ്റെ സ്ഥാനത്ത് 2 ഉള്ള 2 സംഖ്യകൾ കണ്ടു. അവയിൽ ഏറ്റവും ചെറുതേതാണ്? എന്തു ചെയ്യണം? 10ൻ്റെ സ്ഥാനം നോക്കണം. 10ൻ്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കാം. 10ൻ്റെ സ്ഥാനത്ത് 7 ഉള്ള സംഖ്യയുമുണ്ട്, 10ൻ്റെ സ്ഥാനത്ത് 5 ഉള്ള സംഖ്യയുമുണ്ട്. ചെറുതേതാണ്? 10ൻ്റെ സ്ഥാനത്ത് 5 ഉള്ള സംഖ്യയാണ്. അപ്പോൾ ചെറിയ സംഖ്യ 4257 ആണ്. അടുത്തത് നോക്കൂ. 4762, 4726, 4672, 4267, 4276. ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം 1000ൻ്റെ സ്ഥാനം നോക്കുക. 1000ൻ്റെ സ്ഥാനം തുല്യമാണെങ്കിൽ 100ൻ്റെ സ്ഥാനം നോക്കുക. 100ൻ്റെ സ്ഥാനവും ഒരുപോലെയുള്ള സംഖ്യകളാണെങ്കിൽ പിന്നീട് 10ൻ്റെ സ്ഥാനം നോക്കുക. ഇവിടെ 1000ൻ്റെ സ്ഥാനത്ത് എല്ലാ സംഖ്യകളും തുല്യമാണ്, 4ലാണ് തുടങ്ങുന്നത്. 100ൻ്റെ സ്ഥാനം നോക്കൂ. 2 സംഖ്യകൾ 7 ഉണ്ട്, ഒരു സംഖ്യയിൽ 6 ആണ്, വേറൊരു സംഖ്യയിൽ 2 ആണ്, അവസാനത്തെ സംഖ്യയിലും 2ലാണ് തുടങ്ങുന്നത്. വലിയ സംഖ്യ കാണാൻ 100ൻ്റെ സ്ഥാനത്ത് ഏറ്റവും വലിയ സംഖ്യയുള്ള 2 സംഖ്യകളെ നോക്കുക. 4762ഉം 4726ഉമാണ്. അവയിൽ 10ൻ്റെ സ്ഥാനത്തെ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ആദ്യ സംഖ്യയുടെ 10ൻ്റെ സ്ഥാനത്ത് 6 ആണ്, രണ്ടാമത്തെ സംഖ്യയുടെ 10ൻ്റെ സ്ഥാനത്ത് 2 ആണ്. ഏറ്റവും വലുതേതാണ്? 10ൻ്റെ സ്ഥാനത്ത് 6 ഉള്ള സംഖ്യയാണ്. അപ്പോൾ വലിയ സംഖ്യ 4762 ആണ്. ചെറിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 1000ൻ്റെ സ്ഥാനം നോക്കുക, പിന്നെ 100ൻ്റെ സ്ഥാനം നോക്കുക. 100ൻ്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ ഇവിടെ 2 എണ്ണമുണ്ട്, 2 ആണ്. 2 സംഖ്യയിലും 100ൻ്റെ സ്ഥാനം. അതുകൊണ്ട് അടുത്തത് 10ൻ്റെ സ്ഥാനം നോക്കുക. 10ൻ്റെ സ്ഥാനത്ത് ചെറിയ സംഖ്യ ഏതാണോ അതാണ് ചെറിയ സംഖ്യ ആയിട്ട് വരിക. ഇവിടെ ഏതാണ് 10ൻ്റെ സ്ഥാനത്തെ ചെറിയ സംഖ്യ? 4267 6 ആണ് 10ൻ്റെ സ്ഥാനത്ത്. 4276 7 ആണ് 10ൻ്റെ സ്ഥാനത്ത്. ചെറുത് 4267 ആണ്. ചെറുതിന് ചുറ്റും ചതുരം വരയ്ക്കാം.
ഇതുപോലെ ബാക്കിയുള്ളവ കൂട്ടുകാർ കണ്ടെത്തി അവയെ വട്ടം വരയ്ക്കുക. വലുതിന് ചുറ്റും വട്ടം വരയ്ക്കുക, ചെറുതിന് ചുറ്റും ചതുരവും വരയ്ക്കുക. എന്നിട്ട് ഈ സംഖ്യകളെ, വലിയ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതുക. ചെറിയ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്കും ക്രമമായി എഴുതുക. നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന ഈ പാഠം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മറ്റൊരു പാഠവുമായി വീണ്ടും കാണാം. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക്